സിനിമാറ്റിക് യൂണിവേഴ്സ് ഇൻ മലയാളം മൂവീസ് ആൻഡ് അതർ ഇന്ത്യൻ മൂവീസ് എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ചില കഥാപാത്രങ്ങളുടെ ക്രോസ് ഓവർ കൊണ്ടോ മെൻഷൻ കൊണ്ടോ ഉണ്ടാകുന്ന ഷെയർഡ് യൂണിവേഴ്സുകളെ കുറിച്ചും പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള യഥാർത്ഥ സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ചും എല്ലാം തന്നെ നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ആ വീഡിയോക്ക് ശേഷം വന്ന സിനിമാറ്റിക് യൂണിവേഴ്സുകളെ കുറിച്ചും പഴയ സിനിമാറ്റിക് യൂണിവേഴ്സുകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. രാഹുൽ സദാശിവൻ യൂണിവേഴ്സ്. സംവിധായകൻ രാഹുൽ സദാശിവൻ 4 സിനിമകളാണ് സംവിധാനം ചെയ്തത്. അതിലെ 3 സിനിമകളും ഒരു യൂണിവേഴ്സിൽ വരുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഭൂതകാലം, ഭ്രമയുഗം, DS ഇറായ എന്നീ സിനിമകളാണവ. രാഹുൽ സദാശിവൻ എഴുതി സംവിധാനം ചെയ്ത് 2025 റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രമായ DS ഇറായയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഭൂതകാലം സിനിമയിൽ സൈജു കുറുപ്പ് അവതരിപ്പിച്ച ഒരു കൗൺസിലർ കഥാപാത്രമാണ് ജോർജ്. സ്മോക്കിംഗ് അഡിക്ഷൻ, ആൽക്കഹോളിസം, നമുക്ക് നോക്കാം. ആ സിനിമയിലെ ദുരൂഹമായ വീടും അതിന്റെ ഹിസ്റ്ററി എല്ലാം തന്നെ കണ്ടെത്തുന്നത് സൈജു കുറുപ്പിന്റെ കഥാപാത്രമാണ്. സൈജു കുറുപ്പിന്റെ അതേ കഥാപാത്രം തന്നെ DS ഇറയിലും വരുന്നുണ്ട്. DS ഇറയിലെ മറ്റൊരു കഥാപാത്രമായ മധുസൂദനൻ പോറ്റിയോട് ഭൂതകാലം സിനിമയിലെ വീടിനെ കുറിച്ചും അവിടെ താമസിച്ചിരുന്ന ഷൈൻ നിഗത്തിന്റെയും രേവതിയുടെയും കഥാപാത്രങ്ങളെ കുറിച്ചെല്ലാം തന്നെ സൈജു കുറുപ്പിന്റെ കഥാപാത്രമായ ജോർജ് പറയുന്നുണ്ട്. എൻ്റെ പരിചയത്തിൽ ഒരു ഫാമിലി വർഷങ്ങളായിട്ട് അവരുടെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവസാനമായിട്ട് അവിടെ താമസിച്ച ഒരു അമ്മയും മകനുമാണ്. ഈ ഒരു യൂണിവേഴ്സിൽ മറ്റൊരു കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഭ്രമയുഗം സിനിമയുമായിട്ടാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് മധുസൂദനൻ പോറ്റി. പോറ്റിയുടെ അച്ഛനെ കുറിച്ചും അവർ തലമുറകളായി ചെയ്തു വരുന്ന ജോലിയെക്കുറിച്ചും എല്ലാം തന്നെ സിനിമയിൽ പറയുന്നുണ്ട്. അച്ഛൻ ചെയ്ത പോലെ എന്തെങ്കിലും അച്ഛൻ ചെയ്ത പോലെ വഴിപാടും പൂജയായിട്ടൊക്കെ നടന്നിട്ട് എന്ത് കിട്ടാനാ? അത് ഭ്രമയുഗം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കൊടുമൻ പോറ്റി എന്ന കഥാപാത്രത്തിലേക്ക് എത്തുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. മനക്കിലെ അവസാനത്തെ സന്തതിയായ കൊടുമൻ പോറ്റി ചാത്തനെ തിളയ്ക്കാനെത്തി. അതായത് ഭ്രമയുഗം സിനിമയിലെ കൊടുമൻ പോറ്റിയുടെ പിൻതലമുറക്കാരനാണ് മധുസൂദനൻ പോറ്റി. പൃഥ്വിരാജ്, മഞ്ജു വാര്യർ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങുന്ന ഒടിയനാണ് രാഹുൽ സദാശിവന്റെ അടുത്ത ചിത്രം. റോബർട്ട് എഗേഴ്സിന്റെ ഹോളിവുഡ് സിനിമകളെ പോലെ മലയാളികളെ പേടിപ്പിക്കുന്ന രസകരമായ സിനിമകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. ഭ്രമയുഗത്തിലെ ചാത്തനെയും യക്ഷിയെയും എല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒടിയന്റെ കൂടെ കണ്ടേക്കാം. ഷാഹി കബീർ യൂണിവേഴ്സ്. തിരക്കഥാകൃത്തും സംവിധായകനുമാണ് ഷാഹി കബീർ. പോലീസുകാരനായ അദ്ദേഹം എഴുതിയ മിക്ക സിനിമകളും പോലീസ് പശ്ചാത്തലത്തിലുള്ളതാണ്. ജോജു ജോർജിന്റെ ജോസഫ്, നായാട്ട്, ഓഫീസർ ഇൻ ഡ്യൂട്ടി എന്നീ സിനിമകൾ അദ്ദേഹം എഴുതിയതാണ്. ഇലവിഴ, പൂഞ്ചിറ, റോന്ത് എന്ന സിനിമകൾ അദ്ദേഹം എഴുതി സംവിധാനം ചെയ്തവയാണ്. ഇതിൽ നായാട്ട് സിനിമയും റോന്ത് സിനിമയും ഒരേ യൂണിവേഴ്സിൽ വരുന്ന പോലെയാണ് അദ്ദേഹം എഴുതിയത്. 2025 പുറത്തിറങ്ങിയ റോന്ത് സിനിമയിൽ റോഷൻ മാത്യുവും ദിലീഷ് പോത്തനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആ ഒരു സിനിമയിൽ ഒരു വാർത്തക്കിടെ ഇത്തരത്തിൽ 2 പോലീസുകാരെ കുറിച്ച് പറയുന്നുണ്ട്. നവംബറിൽ ബിജു എന്ന ദളിത് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളായ പ്രവീൺ സി, മൈക്കിൾ, 2021 മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്ത നായാട്ട് സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നായാട്ട് സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച പ്രവീൺ എന്ന കഥാപാത്രവും നിമിഷ സജയന്റെ സുനിത എന്ന കഥാപാത്രവുമാണ്. അവർ 2 പേരും റിമാൻഡിലാണെന്നും ആ സംഭവത്തിന് 1 മാസത്തിന് ശേഷമാണ് റോന്തിലെ സംഭവങ്ങളെന്നുമാണ് സിനിമയിൽ പറയുന്നത്. 2 കഥയും നടക്കുന്നത് ഒരേ സിനിമാറ്റിക് യൂണിവേഴ്സിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ LCUവിനെ കുറിച്ചും അതിലെ സിനിമകളെ കുറിച്ചും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. LCUവിലേക്ക് ഒരു പുതിയ സിനിമ കൂടി വന്നിരിക്കുകയാണ്. LCUവിൽ റോളക്സ് അല്ലാതെ ഒരു കഥാപാത്രം കൂടി സൂര്യ അവതരിപ്പിക്കുന്നുണ്ട്. 2026 RJ ബാലാജി സംവിധാനം ചെയ്ത സൂര്യ ചിത്രമായ കറുപ്പിലാണത് കാണിക്കുന്നത്. സൂര്യയുടെ കറുപ്പുസ്വാമി എന്ന കഥാപാത്രവും LCUവുമായി കണക്ട് ചെയ്യുകയാണ്. 2023 ലോകേഷ് കനകരാജ് വിജയ ചിത്രമായ ലിയോയിലേക്കാണ് കറുപ്പുസ്വാമി എന്ന കഥാപാത്രത്തെ കൂടി ഉൾപ്പെടുത്തിയത്. ലിയോ സിനിമയിലെ പ്രധാന സംഭവങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന രീതിയിലാണ് കറുപ്പിൽ കാണിക്കുന്നത്. അതിനു മുമ്പ് തന്നെ കറുപ്പുസ്വാമി അത് തടയുന്നു. ലിയോയിലെ കോഫി ഷോപ്പ് സീനിലെ ചില കഥാപാത്രങ്ങളെയും വിജയുടെ കഥാപാത്രത്തെ പിന്നിൽ നിന്നും കാണിക്കുന്നുണ്ട്. മലയാളത്തിലെ മറ്റൊരു പഴയ സിനിമാറ്റിക് യൂണിവേഴ്സാണ് ലോഹിതദാസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ലോഹിവേഴ്സ്. കിരീടം, ആധാരം, ചെങ്കോൽ എന്നീ സിനിമകളാണ് ഈ യൂണിവേഴ്സിൽ വരുന്നത്. 89 കിരീടം, 92 ആധാരം, 93 ചെങ്കോൽ എന്നിങ്ങനെയാണ് സിനിമ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇല്ല. വഴി ചോദിച്ചത് ചത്തുപോയമ്മയുടെ കീരിക്കാടൻ ജോസിന്റെ അനിയൻ തോമസ്. രാമപുരവും കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രവും 1989 ലോഹിതദാസ് തന്നെ എഴുതി CB മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം കിരീടത്തിലെ കഥാപാത്രം. രാമപുരം നിങ്ങൾക്കറിയില്ല ആ സ്ഥലം. കീരിക്കാടൻ ജോസ് എന്ന് കേട്ടിട്ടുണ്ടോ? കിരീടത്തിന് ശേഷമുള്ള ചില സംഭവങ്ങളെ കുറിച്ചാണ് ആധാരത്തിൽ പറയുന്നത്. ആധാരത്തിന് ശേഷം ചെങ്കോലിലാണ് കീരിക്കാടൻ തോമസ് എന്ന കഥാപാത്രം വരുന്നത്. ഈ മംഗലത്ത് കൃഷ്ണമേനോന്റെ വീടാ? എവിടുന്ന് വരുന്നു?
ആധാരത്തിലെ ഈ ഒരു നടനല്ല, മറിച്ച് സ്ഫടികം ജോർജാണ് ചെങ്കോലിൽ കിരിക്കാടൻ തോമസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജോസ് പല്ലിശ്ശേരിയുടെ ഈ ഒരു ഡയലോഗിലൂടെ മാത്രമാണ് ഈ സിനിമകളെ കണക്ട് ചെയ്യുന്നത്. 5-6 മാസം മുമ്പ് രാമപുരത്ത് 3 പേരെ വെട്ടിക്കൊന്നില്ലേ? മൂപ്പര കേസ് നടക്കുക. ആ വണ്ടി ഓടിച്ചിരുന്നത് ചന്ദ്രപ്പൻ, ഇപ്പൊ തോമസിന്റെ വലം കയ്യാ. ചെങ്കോൽ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ ചെങ്കോലിലെ തോമസ് എന്ന കഥാപാത്രത്തെ ആധാരത്തിൽ ഉപയോഗിച്ചതായിരിക്കാം. ഒരു സിനിമയിലെ സംഭവങ്ങളിലേക്ക് മറ്റൊരു സിനിമയിലെ കഥാപാത്രങ്ങളെ വളരെ രസകരമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2019 അരുൺ ഗോപി സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രമാണ് 21ാം നൂറ്റാണ്ട്. ആ ഒരു സിനിമയിൽ ഇത്തരത്തിലൊരു രംഗം കാണാം. ഒരു സഖാവ് രാമനുണ്ട്, അയാളെങ്ങാനുമായിരുന്നു നമ്മളെ കുളിപ്പിച്ച് കിടത്തി. അരുൺ ഗോപി എഴുതിയ മറ്റൊരു കഥാപാത്രത്തെ കുറിച്ചാണ് ഈ രംഗത്ത് പറയുന്നത്. 2017 റിലീസ് ചെയ്ത രാമലീല സിനിമയിലെ ദിലീപ് അവതരിപ്പിച്ച രാമനുണ്ണി എന്ന കഥാപാത്രത്തെക്കുറിച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 സിനിമകളും അരുൺ ഗോപിയുടെ യൂണിവേഴ്സിലാണ്. 2016 വിഷ്ണു, ബിബിൻ എന്നിവർ എഴുതി നാദൃശ സംവിധാനം ചെയ്ത ചിത്രമാണ് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. എടാ പ്രകാശ് സിറ്റിയിലെ ഭാവന സ്റ്റുഡിയോ അവൾ ഈ പോർട്ട്ഫോളിയോ ചെയ്തത്. ഏതാ മഹേഷേട്ടൻ്റെ? ആ, അത് കണ്ടപ്പോൾ അവൾ ഓർത്തുണ്ടാവും ഞാനും പ്രിയൻ സാറായിട്ട് നല്ല ടേംസിലാന്ന്. പിന്നെ ആ മഹേഷേട്ടന് എന്തെങ്കിലുമൊക്കെ വെച്ച് കീച്ചിട്ടുണ്ടാവും. 2016 ദിലീഷ് പോത്തൻ ചിത്രം മഹേഷിന്റെ പ്രതികാരത്തിലും കട്ടപ്പനയിലെ കഥ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ സ്ഥലത്തുള്ള മഹേഷിന്റെ സ്റ്റുഡിയോ കുറിച്ചും മഹേഷിനെ കുറിച്ചും ആ സിനിമയിൽ പ്രതിപാദിച്ചത്. നിങ്ങളുടെ പ്രകാശിലെ സ്റ്റുഡിയോ എങ്ങനെയുണ്ട്? ഭാവനയാണോ? അടിപൊളിയാ. ആ സിനിമയിൽ ജാഫർ ഇടുക്കി അവതരിപ്പിച്ച ചായക്കടക്കാരന്റെ കഥാപാത്രത്തെ എല്ലാവരും ഓർക്കുന്നതാണ്. തിന്നുന്നവന്മാരെ ലാത്തി അടിക്കുക, അത് ഒറിജിനൽ എന്നും പറഞ്ഞു. ഇത് ഫിലിം ഒട്ടിക്കുന്ന ഞാൻ പണ്ടേ പറഞ്ഞു കേട്ടുള്ള സംഭവം. രതീഷ് എഴുന്നേക്ക്. രതീഷ് ഞാനല്ലേ വിളിക്കുന്നത്, ഇങ്ങനെ തുടങ്ങാമോ? രതീഷ് ഒരാഴ്ചയല്ലേ ചില്ലും കൂട്ടി കിടന്നുറങ്ങുന്നത്. 2019 വിഷ്ണു, ബിബിൻ എന്നിവർ എഴുതിയ ദുൽഖർ സൽമാൻ ചിത്രം ഒരു യമണ്ടൻ പ്രേമകഥയിലും ജാഫർ ഇടുക്കിയുടെ ചായക്കടക്കാരൻ എന്ന കഥാപാത്രത്തെ നമുക്ക് കാണാം. കടി എന്താണ്? നല്ല രണ്ട് മുറിഞ്ഞ രതീഷ് എടുക്കട്ടെ. വേണ്ട, ചിത്രഗുപ്തൻ മതി. എന്നാണ്? ചിത്രഗുപ്തൻ പരിപ്പൂട. എന്റെ ദൈവമേ, അതിന്റെ പേര് മാറ്റിയ. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം ബ്രോഡാഡിയിലും മറ്റൊരു സിനിമയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 1312 സുഷിരങ്ങളാണുള്ളത്. ആ സുഷിരങ്ങളിലെല്ലാം തന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ചു കഴിഞ്ഞിരിക്കുന്നു. 3ാമത്തെ സൈറൻ മുഴങ്ങുന്നതോടുകൂടി എനിക്ക് പരസ്യത്തിൽ വാർത്ത കാണിക്കുന്ന TV ചാനൽ മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ മുമ്പത്തെ ചിത്രമായ ലൂസിഫറിലും നാം കണ്ടതാണ്. ഭീഷണി എന്ന് പറയുമ്പോൾ എത്തരത്തിലുള്ള ഭീഷണി? സഞ്ജീവ് കുമാർ, CEO NPTV. You have a message. ഈ ഡീൽ NPTVയുടെ CEO ഡോക്ടർ സഞ്ജീവും ചീഫ് എഡിറ്റർ അരുന്ധതി സഞ്ജീവും. 1999 മോഹൻലാൽ ചിത്രം ഉസ്താദിലെ ഒരു രംഗമാണിത്. ആ ചിത്രത്തിൽ സിദ്ദിഖ് അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ് ഇറാൻ. കുഞ്ഞിപ്പാലു. ഹായ് നന്ദകുമാർ. വാട്ട്? ലങ്ക ഷെട്ടി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നെയ് ഞാൻ ജഗൻ ഭായിയോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ്. സബ് കുച്ച് സെറ്റിൽ. രഞ്ജിത്തിന്റെ തന്നെ മറ്റു 2 കഥാപാത്രങ്ങളെ കുറിച്ചാണ് സിദ്ദിഖ് പ്രതിപാദിക്കുന്നത്. 1997 രഞ്ജിത്ത് എഴുതിയ 6ാം തമ്പുരാൻ എന്ന സിനിമയിലെ മോഹൻലാലും സായ് കുമാറും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ. ഇന്ന് രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു. 2019 വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് മധുരരാജ. അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ. ആദ്യം പുള്ളിക്കാരത്തിൽ ജാടയൊക്കെ ഉണ്ടായിരുന്നു, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാരാർ ഒറ്റ ചോദ്യമാ, ജഡ്ജി ബോധം കെട്ടി വീണു. അപ്പൊ തന്നെ അടിച്ച് ജാമ്യം കൊടുത്തു. ഷാജി കൈലാസ് 2000 സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ നരസിംഹത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ് മധുരരാജ സൂചിപ്പിക്കുന്നത്. നിർത്തണം ഏരപ്പാളികളെ. ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്. ഇത്തരത്തിലൊരേ യൂണിവേഴ്സിൽ വന്ന സിനിമകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.